ഓറഞ്ച് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് 2 ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കുടിക്കുന്ന ഒരു ഐറ്റം കൂടി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇഫ്താറിൻ്റെ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഓറഞ്ച് അല്ലേ, പെട്ടെന്ന് കയ്പൊക്കെ വരും. പക്ഷേ കയ്പ് വരാതിരിക്കാനുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നീരൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് 2 കറക്ക്, അതിൽ കൂടുതൽ കറക്കരുത്. എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു കുരു അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ് രുചി വരും. അപ്പോൾ കുരു അടിയാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ 1 ടീസ്പൂൺ കസ്കസ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ കസ്കസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോഴും ഒരു ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ നീര് ഞാനൊരു ബൗളിലേക്ക് ഇതാ അരിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ലോണം നമുക്ക് അതിൽ ആ ഒരു നീരൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഞാനൊരു സ്പൂൺ വെച്ച് ഇതിൻ്റെ നീരൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. ഈ ഒരു കുരുവൊക്കെ അതാ ഈ ഒരു രീതിയിൽ തന്നെ കിടക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളൂ. ഒരുപാട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കയ്പ് വരും. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതിലെ നീര് മൊത്തം എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു തണുപ്പിന് നല്ലൊരു കൂളിങ്ങിന് വേണ്ടി മാത്രം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നന്നാരി സർബത്താണ്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ചൂടുകാലായി കഴിയുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഐറ്റമാണല്ലോ നന്നാരി സർബത്ത്, പ്രത്യേകിച്ച് റംസാനിലൊക്കെ. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ നന്നാരി സർബത്ത് എത്രയാണോ ഒഴിച്ചു കൊടുത്തത്, ഒരു ഏകദേശം 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനും ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിലേക്ക് കുതിർത്ത് വെച്ചുള്ള കസ്കസും കൂടെ തന്നെ കുറച്ച് നാരങ്ങൻ്റെ നീരും കൂടെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 ഓറഞ്ച് വെച്ചിട്ട് ആ ഒരു ജ്യൂസിൻ്റെ പരുവത്തിലുള്ള ജ്യൂസല്ല, പക്ഷേ അതേ ഒരു രീതിക്ക് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സർബത്ത് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.